ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബറിൽ ബഹുമാനപ്പെട്ട യോസേഫ് പ്രത്യക്ഷപ്പെട്ട അമ്മേ, മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ച അമ്മേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ, എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. സങ്കീർത്തനം 18 പ്രാർത്ഥിക്കുന്നു. എളിയവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമേ, സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങള്, രോഗാതുരമാവസ്ഥകള്, സാമ്പത്തിക ഞെരുക്കങ്ങള് കർത്താവേ സമർപ്പിക്കുന്നു. കേസുകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്താനരഹിതമായ അവസ്ഥ, ഭവനരഹിതമായ അവസ്ഥ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അറിയണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്, അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങളുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര്, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവര്, ജപ്തികളിൽ ഒഴിവാകാൻ ആഗ്രഹിക്കുന്നവര്, കർത്താവേ, രോഗാവസ്ഥയില്, ഭവനങ്ങളില്, വീടുകളില് കിടക്കുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് പോലും നല്ല കേസുകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവര്, സ്വസ്ഥത നഷ്ടപ്പെട്ടവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗദാശിക ജീവിതം ഉപേക്ഷിച്ച് ജീവിക്കുന്നവര്, പള്ളിയിൽ പോകാത്ത മക്കള്, കുർബാനയിൽ പങ്കെടുക്കാത്ത മക്കള്, അതുപോലെ വേദനിക്കുന്ന ജീവിത പങ്കാളി മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ.
ഭവനരഹിതര്, IELTS എക്സാം എഴുതുന്നവര്, നെറ്റിന്റെ എക്സാം എഴുതുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലസരായ മക്കള്, അനുസരണക്കേടായ മക്കള്, തെറ്റായ കൂട്ടുകെട്ടുള്ള മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യമാസ ലഹരികളില് തകർന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേസുകളിലും ജപ്തികളിലും കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹാർട്ടിന്റെ രോഗങ്ങള്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീരാവ്യാധികള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീരാ ദുഃഖങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിർത്തി പ്രസവത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങൾ മൂലം സ്വയം നീറിക്കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിശ്വസ്തരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പെട്ടെന്ന് ദൈവതിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഇത്തിരി ആത്മാർത്ഥത കാണിച്ചാൽ മതി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവവചനത്തോട് ആത്മാർത്ഥത പ്രകടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. എല്ലാ വിഷയങ്ങളും ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇത് ഉടമ്പടി ധ്യാനമാണ് അല്ലേ? അപ്പോൾ ഒരു മാസം ഒരു ധ്യാനമാണ് എൻ്റെ സഹോദരങ്ങളെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പ്രകാരം കൂടേണ്ടത്. അപ്പോൾ ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവവുമായിട്ട് ഉടമ്പടി, നമ്മളെന്താ ഉടമ്പടി ചെയ്തിരിക്കണേ? സിമ്പിളാണ്. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ പറയണം എന്താണ് ഉടമ്പടി പ്രാർത്ഥനയെന്ന്. അച്ഛന്മാർ ചോദിച്ചാലും പിതാക്കന്മാർ ചോദിച്ചാലും നിങ്ങൾ പറയണം. എന്ത് പറയണം? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ പറഞ്ഞില്ലേ ഇല്ലേ? അത് ചെയ്തോളാമെന്ന് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഉടമ്പടി എന്താണെന്ന് നമ്മുടെ ബഹുമാനയുടെ അച്ഛന്മാർ ചോദിച്ചാലും ഇനി നിങ്ങൾ തന്നെ മറ്റ് നിങ്ങളുടെ സഹോദരങ്ങളെ ചോദിച്ചാലും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഉടനെ പറയണം, പരിശുദ്ധ അമ്മയുടെ വചനപ്രകാരം അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളാമെന്ന് അമ്മ സന്നിധാനത്ത് ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്? അവൻ പറഞ്ഞതുപോലെയാണോ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. കാര്യം എന്തറിയാവോ? കൂടുതൽ ഇപ്പം എല്ലാ വിഷയങ്ങളും ഇപ്പം നമുക്കറിയാമല്ലോ,
വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെന്ന് ചില ആൾക്കാർ ചോദിക്കത്തില്ലേ? ഇപ്പം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അങ്ങനെ ആ ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, എടി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇടവക വലിയ പ്രസിദ്ധമായ ഇടവകയാണ്, ഇവിടെ ഈശോ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ആലപ്പുഴ വരെ പോണതെന്ന് ചോദിച്ചു. അപ്പം തന്നെ ആ ചേച്ചീനെ നാട്ടുകാർ വിളിക്കും, നിങ്ങളെ കൃപാസനത്തിൽ വരുന്നില്ലേ, കൃപാസനത്തിൽ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഭർത്താവ് പറഞ്ഞത് തന്നെ ചേടത്തി നാട്ടുകാരോട് പറയും, ഇവിടെ കർത്താവ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവിടെ പോണത്. അത് മോശമായിട്ട് പറഞ്ഞതല്ല, അവർക്ക് നല്ല വിശ്വാസമുള്ള ചേച്ചിയാണ്, നല്ല വിശ്വാസമുള്ള ചേച്ചിയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ അവരൊന്ന് ഉതച്ച് വീണപ്പം നടുവ് വെട്ടിപ്പോയി. അതിപ്പോൾ നമ്മളായാലും അച്ഛനായാലും മറപ്പാപ്പ വരെ കുളിമുറി വീണില്ലേ, ഇനി അതിൻ്റെ പേരിൽ നിന്നെ പൂർവികരുടെ പാപവും കൊണ്ട് വരരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ മനുഷ്യൻ പറയും പൂർവികരുടെ പാപമാണ്, ചെകുത്ത് ദോഷമാണ്, ഇവിടെ പൊറുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പിശാസിൻ്റെ വചനങ്ങളൊന്നും കേൾക്കരുത്. നമ്മൾ വീണാലും ദൈവം അറിയും. ചിലപ്പോൾ ദൈവം അറിഞ്ഞു തന്നെ വീണെന്നും വരും. ദൈവത്തിൻ്റെ മുമ്പിൽ വീഴണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? എവിടെയെങ്കിലും വീഴണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ വീഴണം, അത്രേ ഉള്ളൂ. പത്രോസ് കർത്താവിൻ്റെ മുമ്പിലാണ് വീണത് അല്ലേ? അപ്പോൾ ഉടനെ കർത്താവ് പിടിച്ചു കയറ്റി. ഈ വീണത് കയറാത്തതിൻ്റെ കാരണം കർത്താവിൻ്റെ മുമ്പിലല്ല വീണിരിക്കണത്, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കർത്താവിൻ്റെ മുമ്പിലാണ് വീഴണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളുടെ നടപ്പും യാത്രകളും ജീവിതയാത്രകളും എല്ലാം പരമാവധി ദൈവത്തിൻ്റെ കണ്ണുവെട്ടത്തായ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. ശ്രുതിയുടെ ഹല്ലേലൂയ സഹോദരൻ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ സ്തോത്രം ദേവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ആ ചേച്ചി വീണ പക്ഷേ ചേച്ചി നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ പെട്ടെന്ന് നീര് വന്ന് കിടപ്പിലായിപ്പോയി ആൾ. അപ്പോഴേ ആളൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം എടുത്തത്? കൃപാസനത്തിൽ വന്ന് ധ്യാനം കൂടണം. പക്ഷെ അതൊക്കെ മുമ്പ് ഇപ്പം കൃപാസനം ധ്യാനം വീട്ടിലുണ്ടല്ലോ ഇല്ലേ? ഒരു ധ്യാനം വീട്ടിലില്ലേ? സ്വീകരണ മുറിയിലില്ലേ? ഇല്ലേ? ഷാലോമിലെ ഉടമ്പടി ധ്യാനം പരിശുദ്ധ അമ്മ തന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ മധ്യസ്ഥ ഷാലോമിലെ കൃപാസന ഉടമ്പടി ധ്യാനം ഇവിടെ റെക്കോർഡ് ചെയ്യണ കാലത്ത് എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നടക്കും. നമുക്കറിയാമല്ലോ, ഈശോനെ ജീവനോടെയാണ് കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആരാധിച്ച്. കാര്യം എന്താണ്, എല്ലാ രാജ്യങ്ങളും കാണുന്നതല്ലേ അത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഈ ആരാധന നടക്കുമ്പോൾ തന്നെ ടി വിയിൽ കർത്താവിനെ ജനങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ജനങ്ങൾ സുഖപ്പെടണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടമല്ല കാണുന്നത്, വിശ്വാസി കാണുന്നത് വിശ്വാസത്തോടെയാണ് കാണുന്നത്, അതിൽ പങ്കെടുക്കുന്നതും. ആരാധന സമയത്ത് ടി വി കാണുമ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട നിൽക്കുന്നതിലൊരു കുഴപ്പമില്ല. കാര്യം എന്താ, നമ്മളത് ലൈവായിട്ട് പ്രാർത്ഥിച്ച്, നമ്മൾ സാധാ ഒരു പ്രോഗ്രാം അല്ലത്. എന്താണത്? അത് ജനങ്ങളുടെ വിടുതലിന് വേണ്ടിയുള്ള ദൈവവചന ശുശ്രൂഷയാണ് നടക്കുന്നത്. അപ്പോൾ ചേച്ചി എന്നാ ചെയ്യുന്നറിയാവോ? ഈ നടുവിൽ മിന്നി അത് ആശുപത്രി വീട്ടിൽ കിടപ്പ്, അനങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അനങ്ങാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് ഞാൻ സാന്ത്വനാഭിഷേകം കാണാൻ പോവുകയാണ്. സാന്ത്വനാഭിഷേകം കൂടി ഈശോ സാന്ത്വനാഭിഷേകത്തിൽ ടി വിയിൽ വരുമ്പോൾ ഞാൻ പോയി കൈ തൊടും. അപ്പോഴെൻ്റെ നടുവേൻ്റെ നീര് മാറി എനിക്ക് നടക്കാൻ കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും നല്ല സാക്ഷ്യം അതാണെന്ന് തോന്നണം. ഒത്തിരി വലിയ സാക്ഷ്യങ്ങളൊക്കെ വന്നു, പക്ഷേ ഇതൊരു പുതിയ സാക്ഷ്യമാണ്. ചേച്ചി അതുപോലെ സാന്ത്വനാഭിഷേകം തുടങ്ങിയപ്പോൾ തന്നെ ആ ആരാധന സമയമായ അച്ഛൻ്റെ വചനങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആരാധനയായപ്പോൾ കൈകൊണ്ടുവന്ന് ടി വി വെച്ച്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്തൊരു പുതിയ അന്ധവിശ്വാസമാണെന്ന്. കാരണം വിശ്വാസമില്ലാത്തവനോട് ദൈവം നേരിട്ടിറങ്ങി വന്നിട്ടും ഒരു കഥയുമില്ല. അവൻ്റെ ഹൃദയം അവൻ അടച്ചിരിക്കുകയാണ്. തന്നെയല്ല, ചിലപ്പോൾ ദൈവം തന്നെ അടച്ചതായിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല.
അതായത് എന്താണ് വചനം എഴുതിയിരിക്കുന്നത്? അതായത് അവർ കണ്ണുകൊണ്ട് കാണുക, പൈസയുടെ വചനങ്ങളില്ലേ, ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക, ഞാനങ്ങനെ അവരെ മനസ്സാന്തരപ്പെടുക്കുക അസാധ്യം. എന്താണ് കാര്യം? അതുകൊണ്ട് ജനം ഹൃദയം അടച്ചിരിക്കുന്നു. ഹൃദയം അടച്ചിരിക്കണം എന്ന് പറയണത്, ഇപ്പം അവിശ്വാസിയാണ്, യുക്തിവാദിയാണ്. ഇപ്പം നമ്മൾ ചില ആൾക്കാർക്ക് ഇത്തിരി പേട്ട് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെക്കാൾ വലിയ ആൾക്കാരായിട്ട് അഹങ്കരിക്കത്തില്ലേ? അവൻ ഒരു കാലത്തും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരത്തില്ല. കാര്യം വിശ്വാസം എന്ന് പറയണത് ഒരു ദൈവദാനമാണ്. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചോ? അവർ ഹിന്ദുക്കളായിട്ട് ജനിച്ചു, മറ്റൊരു മുസ്ലിം ആയിട്ട് ജനിച്ചു, അങ്ങനെ ഇങ്ങനെ സാന്ദർഭികമായിട്ട് ജനിച്ചു പോയതല്ലേ? അപ്പോൾ ജനിച്ചു പോയത് കൊണ്ടല്ലേ അത് ഫോളോ ചെയ്യണമെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പറയും, ജനിക്കണത് പോലും ഒരു ദൈവത്തിൻ്റെ വരവാണ്. ഇപ്പം ഇന്ത്യയിലാണ് ഈശോ ജനിച്ചതെന്ന് വിചാരിച്ചെങ്കിലാ? അല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇസ്രായേൽ ജനിക്കുക എന്നുള്ളത്. നീ ക്രിസ്ത്യാനിയായി ജനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കൈ അടിച്ച് കർത്താവ്. ഇപ്പം നിനക്കെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അക്രൈസ്തവ സഹോദരൻ കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയണത്, കർത്താവിൻ്റെ വചനം കേൾക്കാൻ കഴിയണത് ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണത്. പക്ഷേ എന്താ സംഭവിക്കണത്? ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സഹോദരങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിരിക്കണം വിഷയങ്ങൾ. കാര്യം ഒത്തിരി പേര്, ഗാലിയോ ഒരിക്കൽ സെൻറ്റ് പോളിനോട് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചേ, നീ റോമൻ പൗരനാണോ? അപ്പോൾ പൗലോസ് പറഞ്ഞു, ഉവ്വ, ഞാൻ റോമൻ പൗരനാണ്. ശരി, ഞാൻ തന്നെ കുറേ കാശ് കൊടുത്താണ് ഈ പൗരത്വം വിലക്ക് മേടിച്ചത്, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജന്മനാ റോമൻ പൗരനാണ്. താർസൂസ് റോമൻ പ്രൊവിൻസിയൻ, അവിടെയാണ് ദൈവം എന്നെ ജനിപ്പിച്ചത്. അപ്പോഴങ്ങനെ സൗജന്യം ഗാലിയോ കാശ് മുടക്കി, ഗവർണറെ കാശ് മുടക്കി റോമൻ പൗരത്വം മേടിക്കുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്ക് സൗജന്യമായി ക്രിസ്തീയ പൗരത്വം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സൗജന്യമായി കിട്ടിയവരോട് കർത്താവ് കൂടുതൽ, ലഭിച്ചവരോട് കർത്താവ് കൂടുതൽ ചോദിക്കും. കൈ അടിച്ച് കർത്താവ് എന്താ കാര്യം എന്ന് പറയുമ്പോൾ, കൂടുതലിപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കണത്? കൂടുതൽ ലഭിച്ചവരോട് കൂടുതൽ ചോദിക്കുമെന്ന് ഈശോ പറഞ്ഞില്ലേ? അപ്പോൾ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കണത്? ഇന്ന് ഞാൻ രാവിലെ കുമ്പസാരിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ട് ഒരു സഹോദരനുമായിട്ട് ഒരു വിഷയം ഡിസ്കസ് ചെയ്യേണ്ടി വന്ന്, കുമ്പസാര കേസൊന്നുമല്ല കേട്ടോ, ഡിസ്കസ് ചെയ്യണ ഇതാണ്. ഞാൻ സംസാരത്തെ വിഷയം ഇതാണ്. അവനവൻ്റെ ഭാര്യയെ ഇപ്പം ഇത് ദമ്പതി കൂട്ടായ്മ കൂടിയാണല്ലോ ഞായറാഴ്ച, ഒന്നാം ഞായറാഴ്ച. അപ്പം നിങ്ങളും കേൾക്കണം, നല്ലതാണ്. അപ്പോൾ അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് 20 ദിവസമായി. അപ്പം നിങ്ങൾ അവർക്ക് 20 ദിവസമല്ലേ ആയുള്ളൂ? 20 ദിവസമല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ 4 കൊല്ലമായി മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട്. ഇപ്പം ചില ആൾക്കാരുടെ ജീവിതമൊക്കെ എങ്ങനെ, വെൻറ്റിലേറ്ററിലല്ലേ? വെൻറ്റിലേറ്ററിന് മാറ്റിയാൽ പിന്നെ അടക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ വെൻറ്റിലേറ്ററിൽ കിടക്കുന്നതും ബ്രെയിൻ ഡെത്ത് പോലെയാണ്. ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, അനക്കമൊക്കെ ഉണ്ടെന്നല്ലാതെ കുടുംബജീവിതം ഇല്ല. ഇപ്പം കുടുംബജീവിതത്തിൽ നിങ്ങൾ എൻ്റെ അർത്ഥം, ഞാൻ ഭർത്താവുമായിട്ട് സംസാരിച്ചിട്ട് തന്നെ മാസങ്ങളായി. ഞങ്ങൾക്ക് ശാരീരികമായ ബന്ധമോ കുടുംബബന്ധമോ ഒന്നുമില്ല, എന്നിട്ട് തന്നെ വർഷങ്ങളായി. അപ്പോൾ എന്താ? ബ്രെയിൻ ഡെത്താ. വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കുടുംബങ്ങളാണ് ശരിക്കും. ഇതുപോലെ ബ്രെയിൻ ഡെത്ത് പിടിച്ചിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അവർക്ക് ജീവശ്വാസം ലഭിക്കാൻ വേണ്ടി എസെക്കിയേൽ 37:5 അനുസരിച്ച് കർത്താവിൻ്റെ വായ്ക്കൾ, ദൈവശ്വാസം ആ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, വെള്ളേറ്റ് പോലെ കിടക്കുന്ന കുടുംബങ്ങൾ, കർത്താവേ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവര്, സമാധാനമില്ലാത്തവര്, പിരിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ, പിണങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾ, ഭാര്യഭർത്താവ് കലഹിക്കുന്ന കുടുംബങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, പരസ്പര സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവരേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാരകമായ
കുടുംബങ്ങള് കർത്താവേ അതെല്ലാം പോലെയാണെന്ന് അങ്ങ് തിരുവചനത്തിലൂടെ ബോധ്യപ്പെടുത്തി സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ഈ നിമിഷം സൗഖ്യങ്ങൾ നൽകണമേ കർത്താവേ, ഈ നിമിഷം അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ മകളുടെ മേലും ഓരോ മകളുടെ മേലും ഹല്ലേലൂയ ഹല്ലേലൂയ അധികാരത്തിൽ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മകൾ കുറച്ച് ഇവരെ കുഴപ്പക്കാരത്തിയൊന്നും അല്ലെങ്കിലും ഒരു അച്ചടക്കമില്ലാത്ത ആളാണ് എന്നെനിക്ക് തോന്നി. അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അനുവാദം ഇല്ലാതെ ഇഷ്ടമുള്ളവരൊക്കെ വിളിക്കും, താല്പര്യമുള്ളവരൊക്കെ വിളിക്കും. വേറെ മോശക്കാരിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ഡിസിപ്ലിൻ ഇല്ല. അതാണ് അവന് ഭയങ്കര സങ്കടമാണ്. അവസാനം ഇവർ പറഞ്ഞ് ഉടക്കി ഇവർ തമ്മിൽ പിരിയണ കണ്ടീഷനായി. പിരിഞ്ഞ് ഇവൻ വക്കീലിൻ്റെ അടുത്ത് പോയി. വക്കീൽ ഡൈവേഴ്സ് നോട്ടീസിനുള്ള എല്ലാം എഴുതി കൊടുത്ത് വക്കീൽ ഡൈവേഴ്സിന് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കോടതി പോയി കഴിഞ്ഞ ശേഷം അപ്പം നിങ്ങൾ ചിന്തിക്കണം, അതായത് ഈ വിഷയം എന്നോട് സംസാരിച്ചാ അപ്പോൾ അയാൾ പറഞ്ഞു നമുക്കറിയാലോ നുള്ളിയിട്ടുണ്ട് പെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൊച്ചുകുമ്പസാരം നടത്തില്ലേ, അതുപോലെ ഒന്നും വക്കീലുമാരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏക്കത്തില്ല. അവർ പറയും അവർ തല്ലിയെന്ന് പറഞ്ഞാൽ അവർ പറയും വെട്ടിയെന്ന് എഴുതാൻ പറയും. തല്ലിയെന്ന് പറഞ്ഞാൽ പറയും വെട്ടിയെന്ന് എഴുതാൻ പറയും. എന്താ കാര്യം? കോടതി നിലനിൽക്കത്തില്ല, നിയമപരമായിട്ട് നിലനിൽക്കത്തില്ല. അപ്പം കോടതി നിയമപരമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കുറേ കള്ളത്തരങ്ങൾ പറയേണ്ടി വരും. അപ്പം നമ്മുടെ വക്കീൽ സാറേ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ വക്കീലിൽ നോക്കാം, എനിക്ക് അറിയില്ല, കോടതി വായിച്ചാൽ തോറ്റു പോകുന്നു. അപ്പോൾ വാദിച്ചാൽ ജയിക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ പറയും. ഇതിനാണ് ഈശോ പറയണത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. എന്താ കാര്യം? പ്രലോഭനങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണത് എന്താണ്? തിന്മ വരും. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് പറഞ്ഞേ. ഉടനെ അടുത്ത പ്രാർത്ഥന എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടു പോയാൽ പിന്നെ അതിൻ്റെ ഫ്രൂട്ട് എന്താ? തിന്മയാ. ഇപ്പം ഈ ജീവിത പങ്കാളിയെ വേണ്ട എന്ന് പറഞ്ഞ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് പിന്നെ എന്താ സംഭവിക്കാൻ പോണത്? പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറേ കാരണങ്ങൾ പറഞ്ഞു തരും. അത് നമ്മുടേതല്ല, വേറെ ഭാര്യമാർ വേറെ ഭർത്താക്കന്മാരോട് ചെയ്ത കാര്യമായിരിക്കും, അത് നമുക്ക് എഴുതി തരും. വേറെ ഭാര്യമാർ വേറെ ഭർത്താക്കന്മാരോട് ചെയ്തതും വേറെ ഭർത്താക്കന്മാർ വേറെ ഭാര്യമാരോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിലാകും. ഇങ്ങനെയാണ് ഈ കോടതി കേസ് കിടക്കണത്. ഒരു പിടിയുണ്ടാകാൻ വേണ്ടിയേ, നിയമത്തിന് പിടിയുണ്ടാകാൻ വേണ്ടി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ വക്കീൽ സാറ് പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് എനിക്ക് സങ്കടമുണ്ട്, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒന്നും ഒരു കള്ളത്തരം പറയാതൊക്കെ ജീവിച്ചു പോകണതാണ്, ഇത് ഭയങ്കര കള്ളത്തരമായി പോയി, അച്ഛന് എന്ത് തോന്നണം അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നണതല്ല പ്രശ്നം, ഇത് കേൾക്കുമ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നുമെന്നുള്ളതാണ് കാര്യം. ഈ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? സത്യമായിട്ടും ഇപ്പം ഞാൻ എപ്പോഴും പറയും ഞാൻ 20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, ആനയാണ് കൂനിയാണെന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് പറയും നീ ആകെപ്പാടെ 21 ലക്ഷം, നീ എല്ലാം കൂടി ഒരു 10,000 പേര് ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും എന്ന് പറയും. എന്താ കാര്യം? ഈ 21 ലക്ഷത്തിൽ കർത്താവ് ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്ന 10,000 ആയിരിക്കും. അതാണ് സംഭവം വരാൻ പോണത്. 21 ലക്ഷം സംഭവം ശരിയാണ്, എൻ്റെ കണക്ക് ശരിയാണ്. കാര്യം ഒരാഴ്ച ഒരു ദിവസം 150, 200 തൊട്ട് 500 വരെയൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ എത്രയോ വർഷം, 32 കൊല്ലമായില്ലേ. കണക്ക് ശരിയാണ്, പക്ഷെ കർത്താവ് കണക്ക് കേൾക്കത്തില്ല. കർത്താവ് കണക്ക് കേൾക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ സീരിയസ് ആയിട്ടല്ല കർത്താവിനെ സമീപിച്ചിരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവൻ തന്നെ കണ്ട ഒരു കള്ളത്തരം എഴുതാൻ പറഞ്ഞപ്പോൾ
എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു, എടാ മകനെ, ഈ ഞാൻ എന്ത് വിചാരിക്കുമെന്നുള്ളതല്ല പ്രശ്നം. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ തീരുമാനത്തിലാണെങ്കിൽ ഈശോ എന്ത് തീരുമാനിക്കുമെന്നാണ്, ഈശോ എന്ത് വിചാരിക്കുമെന്നാണ് നിങ്ങൾ ഉള്ളിൽ കരുതേണ്ടത്. എന്താ കാര്യം എന്നറിയാവോ? ഈശോ എന്ത് വിചാരിക്കും? ഇപ്പം ആൾക്കാരെ നിൽക്കുകയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈശോ എൻ്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അതായത് നിങ്ങളെ കാണുന്ന ഈ ചേച്ചി ഇപ്പോൾ അടുത്ത കലയാണ്, എന്നേക്കാൾ 3 മീറ്റർ അകലെയാണ് ആ ചേച്ചി ഇരിക്കണത്. പക്ഷേ ഞാൻ അമ്മ മാതാവിനെ കണ്ടത് 1 മീറ്റർ അടുത്ത് വെച്ചാണ് കണ്ടത്. ഇങ്ങനെ 1 മീറ്റർ അടുത്ത് വെച്ച് ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇല്ലേ? അതുകൊണ്ടാണ് സഭ ഇത് പഠിക്കണം. പ്രത്യേകിച്ച് സമയഘടികാരം നെഞ്ചത്ത് വെച്ച് കാണുമ്പോഴെന്ന് പറയണത് അത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാഴ്ചയാണ്. അതിന് ഗുരുതരമായ എന്തോ സന്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. അത് നമ്മളല്ല പഠിക്കേണ്ടത്, അത് സഭയല്ലേ പഠിക്കേണ്ടത്. അതിനാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ വരാൻ കാര്യം. മാതാവിൻ്റെ മനസ്സിൻ്റെ പ്രാർത്ഥനയാണ് അത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ല അത് സഭ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈശോ അമ്മ ജീവനോടെ ഇരിക്കണ പോലെ ഈശോയും ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങളും ജീവനോടെ ഇരിക്കുമെന്ന്, അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ ഈശോ? അമ്മ ജീവനോടെ ഇരിക്കുന്നു, അതുകൊണ്ട് ഈശോയും, അതിനേക്കാൾ ഉപരി ഈശോയും ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളും ജീവനോടെ ഇരിക്കും. ഈശോ അത് പറഞ്ഞല്ലോ, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ നമ്മൾക്ക് ജീവിക്കും എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഒപ്പം ജീവിക്കണം, ഈശോയെ പോലെ ജീവിക്കണം. അത് എത്ര കോടി കൊല്ലവാ? നിത്യകോടി കൊല്ലവാ. ഈ നിത്യകോടി കൊല്ലമാണ് ഈ നക്കാപ്പിച്ച 40 കൊല്ലത്തിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യണത്. അതിനേക്കാൾ എന്ത് വിഡ്ഢിത്തരമുണ്ട്? ഇപ്പം നാളെ കേസ് ജയിക്കും അവൻ്റെ പെണ്ണുമ്പിള്ള പോയിട്ട് വേറെ ഒരു പെണ്ണിനെ അവനെ കിട്ടും, ഇല്ലേ? അത്രയല്ല മാക്സിമം അവിടെ സംഭവിക്കാൻ പോണത് എന്താ? ഇനി കിട്ടാൻ പോകുന്ന പാർട്ടിയെക്കുറിച്ച് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ കാര്യം പറഞ്ഞില്ല, ഒരു ഗ്യാരണ്ടിയില്ല. നിൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞ് നീ കിട്ടണ ഇനി ഒരു പുരുഷൻ നീ ഒഴിവാക്കി, അതിന് കുറേ നുണയും കള്ളത്തരവും ഒക്കെ ഈ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ കുടുംബ കോടതിയിലുമൊക്കെ കൊണ്ട് നിൻ്റെ ആത്മാവിനെ പണയം വെച്ച യേശുവിനെക്കുറിച്ച് അതുങ്ങൾക്ക് തന്നെ നിത്യജീവനില്ല. ഈശോയിൽ വിശ്വസിക്കാത്ത കക്ഷികളാണ്, അല്ലേ? ഈശോയിൽ വിശ്വസിക്കാത്ത കക്ഷികൾ നിത്യജീവനില്ലാത്ത നിർജീവ ആയിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ പോയിട്ടാണ് നിൻ്റെ ആത്മാവിനെ നീ പണയപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് നോൺസെൻസ്! കർത്താവിന് നീ എന്ത് വില കൊടുത്തു? കർത്താവിന് വില കൊടുത്തവരെല്ലാം അവരുടെ കർത്താവിന് വേണ്ടി സഹിച്ചവരാ. ഞാൻ പറഞ്ഞ മകനെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവളെ കെട്ടിയില്ലെങ്കിലും വേറെ ഒരുത്തനെ കെട്ടിയാലും എല്ലാം കൂടി നിനക്ക് 40 കൊല്ലമാണ് ഉള്ളത്. 40 കൊല്ലമല്ലേ ഉള്ളത്. 400 കോടി കൊല്ലം, നിത്യകോടി കൊല്ലമാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള വിഷയം ഇക്കാലത്തൊന്നും അല്ലല്ലോ. ആണോ? പുതിയതാണോ? മനുഷ്യൻ്റെ ക്ലേശങ്ങളൊക്കെ പുതിയതാണോ? അല്ല. മനുഷ്യൻ്റെ ക്ലേശങ്ങളൊക്കെ മനുഷ്യൻ്റെ കാലത്തൊട്ട് ഉള്ളതാണ്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോഴേ ഈശോ അതിന് പുതിയ അർത്ഥം കൊടുത്ത്, എന്ത് ക്ലേശം ഉണ്ടായാലും സ്ക്രാപ്പ് ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ വേദനയെല്ലാം സ്വന്തമായിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ലല്ലോ. മനുഷ്യൻ വേദനയുമായിട്ട് ഇവിടെ അടിമേലും മറിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞ അർത്ഥമില്ലാതെ ഇരുട്ടി തപ്പുകയാണെന്ന് കണ്ടപ്പോഴാണെന്ന് ഈശോ പറഞ്ഞ്, ഗോ മീ യുവർ സഫറിങ്സ് ഐ വിൽ ടേക്ക് ഇറ്റ്.
ഞാൻ അതിനെല്ലാം കൃപയായി മാറ്റിത്തരാമെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വിഷയം നിത്യകോടി കൊല്ലമാണ് കർത്താവിൻ്റെ കൂടെ നമ്മൾ എൻ്റെ മക്കളെ, നമ്മൾ ഈ വചനം കേൾക്കുന്നില്ലേ? നിങ്ങൾ വചനം പഠിക്കുന്നില്ലേ? എന്താ പഠിക്കണമെന്നറിയാവോ? യേശുവിനെയാണ് പഠിക്കുന്നത്. യേശുവിനെ മാത്രമല്ല പഠിക്കുന്നത്, നിത്യജീവനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നിത്യജീവനെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലപ്പുഴ വരെ പോയാൽ പറ്റത്തില്ല, അല്ലേ? ആലപ്പുഴ പോണവന് അമേരിക്ക പോണവന് ഒരു ടിക്കറ്റാണ്. അല്ല, ആലപ്പുഴ പോണവന് അമേരിക്ക പോണവന് ഒരേ പ്രോസസ്സാണ്. അല്ല, പ്രോസസ്സ് വ്യത്യാസമുണ്ട്. സാധാരണ ലോക്കലായിട്ട് ചത്ത് കെട്ടി പോകാൻ പോണ മനുഷ്യനും നിത്യത വരെ പോകാൻ പോണ മനുഷ്യനും ഒരു ടിക്കറ്റാണ്. എൻ്റെ ദൈവത്തിലെ യു മസ്റ്റ് പേ. നീ ഇതിന് വേണ്ടി പേയ്മെൻറ്റ് നടത്തണം. അതാണ് ചോദിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. നീ ഇപ്പം നീ കർത്താവിന് നിത്യജീവൻ, അത് ചുമ്മാ ഒരു നിത്യജീവൻ എന്ന് പറഞ്ഞ നസ്രുദ്ദീൻ മുല്ലക്കാട് സൂപ്പിൻ്റെ സൂപ്പ് എന്ന് പറഞ്ഞ പോലെ സൂപ്പ് വെള്ളമല്ല സംഭവം. നസ്രുദ്ദീൻ മുല്ലക്കായ്ക്ക് ഒരുത്തൻ ഒരു താറാവിനെ കൊടുത്ത് അത് സൂപ്പാക്കി. അപ്പോൾ കൂട്ടുകാരൻ മനുഷ്യൻ പറഞ്ഞ് ഞാൻ നിൻ്റെ അപ്പോൾ താറാവ് തന്ന ആൾ വന്ന് അച്ഛൻ പറഞ്ഞ് സൂപ്പായ സൂപ്പായി അപ്പോൾ ഒരു ഗ്ലാസ് കൊടുത്ത്. അപ്പോൾ താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ട് മനുഷ്യൻ പറഞ്ഞ് ഞാൻ താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇത്തിരി സൂപ്പ് കൊടുത്ത്. പിന്നെ വേറെ അടുത്ത മനുഷ്യൻ പറഞ്ഞ് താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോഴേ നസ്രുദ്ദീൻ മുല്ലാക ചൂടുവെള്ളം കൊടുത്ത്. എന്താണ്? സൂപ്പിൻ്റെ സൂപ്പാണെന്ന്. അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ഒരു ലക്ഷ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾക്കൊരു ബോധമുണ്ടാകണം. ഈ കാര്യത്തിൽ വ്യക്തത വന്നാൽ ബാക്കിയെല്ലാം വ്യക്തതയായി. ഈ വ്യക്തത ഇല്ലാത്തത് എന്താ കാര്യം? നിത്യജീവനെക്കുറിച്ച് നിനക്ക് വ്യക്തതയില്ലെങ്കിൽ പിന്നെ ഒന്നിനും വ്യക്തത ഉണ്ടാകത്തില്ല. നിൻ്റെ ബിസിനസ്, നിന്നെ പറ്റിച്ചവർ, നിന്നെ ഗോപി വരപ്പിച്ചവർ, നിന്നെ പകയോടെ നിന്നെ സൈഡ് ലൈനാക്കിയവർ, ഇങ്ങനെ എന്തുമാത്രം ആൾക്കാരോടാണ് നമ്മൾക്ക് പ്രതികാരം ചെയ്യാനുള്ളത്. നീ പ്രതികാരം ചെയ്യേണ്ടെന്നൊന്നും ഈശോ പറഞ്ഞില്ല. മറിച്ചെന്താ പറഞ്ഞത്? നീയായിട്ട് ചെയ്ത് കൈനാറ്റിക്കണ്ട, ഇങ്ങോട്ട് വിട്ടേരും, ഞാൻ ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത്. റോമാലേഖനത്തിൽ എന്താ പറയണത്? പ്രതികാരം എൻ്റെതാണ്, ഞാൻ ചെയ്തോളാം. ഇല്ലേ? റോമാലേഖനത്തിൽ പ്രതികാരം എൻ്റെതാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കാര്യം എന്താ? നീ ചെയ്യാൻ പോയുള്ള കുഴപ്പം എന്താ? നിൻ്റെ നിത്യജീവനാണ് നഷ്ടപ്പെടാൻ പോണത്. ദൈവം അത് സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ലൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. നീ നാറ്റ് കഴിഞ്ഞാൽ നിൻ്റെ നിത്യജീവൻ പോകും. അതായത് നമ്മുടെ നിത്യജീവൻ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, നമ്മുടെ നിത്യജീവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയാണ്. ഇത് വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറയണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കോംപ്രമൈസ് നമ്മൾ ചെയ്യും, ഇല്ലേ? ചെയ്യത്തില്ലേ? ഇപ്പം ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ എന്തുമാത്രം കോംപ്രമൈസ് ചെയ്തിട്ട് അവർ ജീവിക്കുന്നത്. അവർ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാരെ പോലെ ഓടുകയും കിടക്കുകയും മറിയുകയും കുത്തിമറിയുകയും ചെയ്യുമോ? ഇല്ല. അവർ വെള്ളം കോരണവരെ സൂക്ഷിച്ചാണ് ചെയ്യണത്. അവരെല്ലാ ഭക്ഷണം എടുത്ത് കഴിക്കുമോ? ഇല്ല. ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഗർഭം തന്നെ പോകും അങ്ങോട്ട്. അപ്പം അതുകൊണ്ട് അവർ സൂക്ഷിച്ചാണ് ഭക്ഷണം കഴിക്കണത്. ഇതുപോലെ നിത്യജീവൻ ഓഹരിയാക്കിയ വിശ്വാസി എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യത്തില്ല. കുറേ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കും. മറ്റുള്ളവർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു നഷ്ടമായിട്ട് തോന്നും, ഇല്ലേ? ഇപ്പം മറ്റുള്ളവർക്ക് നഷ്ടമായിട്ട് തോന്നും. എന്താ കാര്യം? അവർക്ക് നഷ്ടമായിട്ട് തോന്നി കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ തന്നെ നിത്യജീവൻ്റെ എന്നോട് ചോദിക്കണം, അച്ഛാ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് മുന്തിരിത്തോട്ടോ ആന കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്താണ്? നിത്യജീവൻ്റെ ശുശ്രൂഷകനാണ്. ഈ ജന്മം ഇങ്ങനെ വെച്ചിരിക്കണേ എന്തിനാ? 24 hours. ഇനി ഒരു ജന്മം കിട്ടി ഇതന്നെ ചെയ്യത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാമോ?
ഇത് നിത്യജീവൻ്റെ ശുശ്രൂഷയാണ്. നമുക്ക് അഭിമാനമുണ്ട്. എന്താണ്? ഒന്നും മാറ്റിയെടുക്കാതെ, ഒന്നും സ്വന്തമായിട്ട് എടുക്കാതെ ഈ ജന്മം മൊത്തം നിത്യജീവന് വേണ്ടി കൊടുത്തു എന്നുള്ളത്. അനേക ആൾക്കാരുടെ ഹൃദയങ്ങളിൽ അവന് യേശുക്രിസ്തു നേടിയെടുത്ത നിത്യജീവൻ. ഈശോ എന്നാ പറഞ്ഞത്? ചുമ്മാ ഉണ്ടാകാമെന്നല്ല പറഞ്ഞത്, ചുമ്മാ നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി. ആ വാക്കിന് ഭയങ്കര, റോമ 10:10 ഭയങ്കര വിലയാണ്. എന്താണ്? എങ്ങനെയെങ്കിലും നിത്യജീവൻ ഉണ്ടായാൽ പോരാ, അത് സമർത്ഥമായ. സൂപ്പിൻ്റെ സൂപ്പ് ആയിട്ട് കാര്യമില്ല, നിത്യജീവൻ്റെ ജീവനായിട്ട് പച്ചവെള്ളയുടെ കാര്യമില്ല. ഈശോ പറഞ്ഞു ഇറ്റ് മസ്റ്റ് ബി ഗാഡ്. നിത്യജീവൻ സമർത്ഥമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം സമർത്ഥമായി. ഇന്നിപ്പോൾ വേറെ ഒരു മനുഷ്യൻ്റെ അടുത്ത് സംസാരിച്ചില്ല, ഇന്ന് നടന്ന സംഭവം. കാര്യം അയാളുടെ 2-3 മക്കൾക്ക് കരൾ രോഗങ്ങളാണ്. അയാളുടെ 2-3 മക്കൾ, 4 മക്കളുണ്ട്. 4 മക്കൾക്കും കരൾ രോഗമാണ്. ലിവറിൻ്റെ അകത്ത് കോപ്പർ കൂടുന്ന കാരണം ചിലപ്പോൾ മസ്തിഷ്കത്തിലൊക്കെ അത് പ്രവർത്തിച്ചിട്ട് പിള്ളേർക്ക് ഭ്രാന്ത് വരും. ആ കുഞ്ഞുങ്ങളൊക്കെ ഞാനും കാണുമ്പോഴൊക്കെ തുടങ്ങുകയും പ്രാർത്ഥിക്കുകയും അസാന്തനപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. കാര്യം അവർ പിള്ളേരൊക്കെ വയലൻ്റ് ആകുകയും. ഇപ്പോൾ വയലൻ്റ് ആവും, കാര്യം കോപ്പർ കൂടിക്കഴിഞ്ഞാൽ വേറെ ലെവലിലാവും. അപ്പോൾ ആ മകന് ആ അപ്പന് 2 മക്കൾ ആ അപ്പനോട് ഈ ആഴ്ച കാണിച്ചിട്ടുള്ള എല്ലാ സങ്കടങ്ങളും അയാൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്ന് ചിരിച്ച്. അയാൾ സങ്കടമാണ് പറയണത്. അതായത് കോപ്പർ തലയിൽ കയറി, കരളിൻ്റെ അസുഖം വന്ന് കോപ്പർ തലയിൽ കയറിയിട്ട് ഭ്രാന്ത് കാണിക്കുന്ന മകൻ അപ്പനെ കൈകാര്യം ചെയ്യുകയാണ്, ഉപദ്രവിക്കുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും. ആ മനുഷ്യൻ ഉറങ്ങിയിട്ടും സ്വസ്ഥതയോട് ജീവിച്ചിട്ടും വർഷങ്ങളായി. ഈ സങ്കടം എന്നോട് പറയുമ്പോൾ ഞാൻ ഇരുന്ന് ചിരിക്കുക. അപ്പോൾ അയാൾ എന്നോട് നോക്കി. അപ്പോൾ എൻ്റെ ചിരി കാണുമ്പോൾ അയാൾക്ക് തോന്നി, എന്താണെന്ന് വെച്ചാൽ അന്ന് ചോദിച്ചില്ല എന്നോട്. കാര്യം ചിരിച്ചതിന് വല്ല കാര്യമുണ്ടോ ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞ് ഇത് എന്താ കുഴപ്പം, ആത്മക്കാരുടെ ദിവസമാണ്, ആത്മക്കാരുടെ മാസമാണിത്. എന്താ കാര്യം എന്നറിയാമോ? ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് ചിരിച്ചതാണെന്ന് പറഞ്ഞു. കാര്യം ശുദ്ധീകരണ സ്ഥലമൊന്നും സംഭവം ഇയാൾക്ക് ഇല്ല. ഈ മനുഷ്യന് ശുദ്ധീകരണ സ്ഥലമൊന്നും വേണ്ട. ഇപ്പം ആത്മക്കാരുടെ ദിവസത്തിൻ്റെ പ്രസക്തി എന്താണ്? ശുദ്ധീകരണ സ്ഥലം ഉള്ളത് കൊണ്ടല്ലേ. ശുദ്ധീകരിക്കാൻ വേറെ ഒരു സ്ഥലം. ഞാൻ പറഞ്ഞ് മുൻകൂറായിട്ട് മൊത്തം എടുത്തിരിക്കുക, അഡ്വാൻസ് അല്ലേ വാങ്ങിച്ചിരിക്കണത്, മൊത്തം എമൗണ്ട് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് തന്നാൽ മതി. ഇപ്പം നമ്മുടെ സാധനം വാങ്ങിക്കണം വിചാരിച്ചോ, ഒരു കാറ് അഡ്വാൻസ് അല്ലേ വാങ്ങിച്ചിരിക്കണത്, ഫുൾ എമൗണ്ടാണ് വാങ്ങിച്ചിരിക്കണത്. വസ്തുവിന് അഡ്വാൻസ് ഇല്ല. അവർ പറഞ്ഞ് അഡ്വാൻസ് ഒന്നും വേണ്ട, ഒറ്റത്തീർപ്പം പ്രമാണം ചെയ്താൽ മതി, ആ വസ്തുവിൻ്റെ മൊത്തം കാശും കൂടെ നേക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ എന്തൊരു പരിപാടിയാണ്. പല ആൾക്കാരോടും അഡ്വാൻസ് മേടിക്കാതെ ഫുൾ എമൗണ്ട് മേടിച്ചിരിക്കുക. വീട്ടിൽ പ്രാന്തന്മാരുടെ സൂക്ഷിച്ച് ഫുൾ എമൗണ്ടാണ് സാധനം. അതായത് ഈ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന അഡ്വാൻസ് വേണ്ട. 4 മക്കൾക്ക് കരളിൻ്റെ അസുഖം, 4 മക്കൾക്ക്. ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ചിരി വന്നെനിക്ക്. കർത്താവ് തന്ന ചിരിയാണ്. നിൻ്റെ ചിരി അവനെയും കൊടുക്ക്. നാളെ അവൻ നീണ്ടു ചിരിക്കേണ്ടതാണ് എൻ്റെ അടുത്ത്. അവന് പർഗട്ടറി ഇല്ല, അവനോട് പറയണം അവന് ശുദ്ധീകരണ സ്ഥലമില്ലെന്ന്. എന്താ കാര്യം? അവന് അഡ്വാൻസ് അവനോട് ഫുൾ എമൗണ്ട് വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചെന്ന് വൈഫിനോടും പറഞ്ഞോ ഫുൾ എമൗണ്ടാണ് വാങ്ങിച്ചിരിക്കണമെന്ന്. ഇതിൻ്റെ അകത്ത് എയ്ഡ് മൂത്ത് എസ് ഐ ആകണ പരിപാടിയില്ല, ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണെന്ന്. എൻ്റെ മക്കളെ സംഭവം എല്ലാവരും ശ്രദ്ധിക്കണേ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് നിങ്ങളോട് ദൈവം അനീതി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം. അച്ഛാ ഞങ്ങൾക്കൊരു ക്രിസ്മസ് പോലും ഇല്ലെന്ന് ചില ആൾക്കാർ പറയത്തില്ലേ, ഞങ്ങൾക്കൊരു ഈസ്റ്റർ പോലും ഇല്ല. ഈസ്റ്ററിൻ്റെ ദിവസമൊക്കെ കുടിച്ച് വേലപടേനിയായിട്ട് വന്ന് അടിയുണ്ടാക്കി പോലീസുകാരായി വീട്ടിൽ വന്നതെന്ന് പറയും. അപ്പം നീ എന്ത് ചെയ്ത്? ഞാൻ കർത്താവിനോട് പറഞ്ഞു ദാറ്റ്സ് മതി. ഫുൾ എമൗണ്ട് എന്തെല്ലാം തരത്തിലാണ് പേയ്മെൻറ്റ് നടക്കണത്, ഫുൾ എമൗണ്ട് എന്തെല്ലാം തരത്തിൽ, അത് നമ്മൾക്ക് ന്യായമായി അവകാശപ്പെട്ട സന്തോഷം, കർത്താവ് ജനിച്ച ദിവസം, കർത്താവ് ഉയർത്തുന്ന ദിവസം, ആ സന്തോഷം ഏത് വിശ്വസിക്കാണ് അങ്ങനെ ഒരു സന്തോഷം മൗലിക അവകാശമല്ലേ? നമ്മൾ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ സന്തോഷമല്ലേ? ആ സന്തോഷം പോലും ദൈവം എടുത്താൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ന്യായമായി നിനക്ക് ലഭിക്കായിരുന്ന സന്തോഷം പോലും നിനക്ക് കണ്ണീരായി കഴിഞ്ഞാൽ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫുൾ ആൻഡ് അഡ്വാൻസ് ഇല്ലാതെ ഫുൾ എമൗണ്ട് മേടിക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ എമൗണ്ട് നിന്നോട് വാങ്ങിച്ചാൽ
നീ ദൈവരാജ്യത്തിന്റെ ഉടമസ്ഥനായി കൈ അടിച്ചു കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,